കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. പഠിച്ചു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയിരുന്നാ പറഞ്ഞത്. എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കയറിയെന്നാ പറഞ്ഞത്. ഫ്ലാഷ് ബാക്ക്. ഏവിയേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയിരുന്നാ പറഞ്ഞത്. എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കയറിയെന്നാ പറഞ്ഞത്. ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. തൂക്കിയല്ലോ നാദാ. അപ്പൊ തട്ടിപ്പാണല്ലേ. End of flashback. ഒന്നും കിട്ടും, ഒരു അഭിനയം കിട്ടുന്നില്ല. സിനിമ ഇല്ല, ഒന്നുമില്ല. എന്ത് ചെയ്യാൻ വല്ല ജോലി നോക്കും. വല്ല ജോലി എന്ന് പറഞ്ഞാൽ അഭിനയം അല്ലാത്ത വേറെ വല്ല ജോലി. വേറെ ജോലിക്ക് പോകാൻ അറിയാന്നല്ല, കിട്ടിയാ ഞാൻ ഒരുപാട് ജോലിക്ക് ശ്രമിച്ചതാണ്. പിന്നെ ചുരുട്ടി കിടക്കാണ്. ജോലി കൊടുക്കാനുള്ള പല ഇനീഷ്യേറ്റീവ്സ് നമ്മൾ എടുത്തിരുന്നു. രേണു തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അത് നമ്മൾ വേണ്ടെന്ന് വെച്ചത്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? വേറെ ജോലിക്ക് പോകാൻ അറിയാന്നല്ല, കിട്ടിയാ ഞാൻ ഒരുപാട് ജോലിക്ക് ശ്രമിച്ചതാണ്. അപ്പോൾ ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ. ഞാൻ പറയും ഇങ്ങനെ ഒരു ജോലിയുണ്ട് നിങ്ങളുടെ അടുത്ത് തന്നെയാണ്, വേണേ പോകാം. അവര് പറഞ്ഞു അത് ശരിയാവില്ല. പിന്നെ വലിയ ഇൻട്രസ്റ്റ് എടുക്കാത്തോണ്ട് ഞാൻ വിട്ടു. ഞാൻ ഫ്ലാറ്റിലാന്നുള്ള കാര്യം ഇപ്പൊ പബ്ലിസിറ്റി ആയി. ഇപ്പൊ ഒരു ഫ്ലാറ്റിലായിരുന്നു. ഞങ്ങൾ എത്ര ദിവസം ഉണ്ടായിരുന്നു? കുറച്ച് ദിവസങ്ങള്. അപ്പൊ പുരിയില്ല, ഇപ്പൊ പുരിയത്. അത് ചേച്ചി കൊച്ചിയിൽ വരുമ്പോ നിക്കാൻ വേണ്ടി അങ്ങനെ വരും, ഞങ്ങളൊന്ന് കറങ്ങും എന്നൊക്കെ, അങ്ങനത്തെ പരിപാടികളൊക്കെ. നീ ഒന്നും പണയണ്ട. ആദ്യമൊക്കെ ഷൂട്ടിന് പോകുമ്പോ റൂം എടുക്കത്തില്ല. അത് നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. പകലൊക്കെ ഇന്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ ഷൂട്ടിനൊക്കെ പോകും. ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് അവിടെ ഫ്ലാറ്റിനുള്ള അങ്ങോട്ട് വരാൻ പറയും. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. അപ്പാർട്ട്മെന്റ് അപ്പൊ അങ്ങനെ ചേച്ചിയുടെ കുറെ സാധനങ്ങൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. പ്രിയ പബ്ലിക്, ഇവനെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെയൊക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പൊന്നു മോനെ.